സോ ഹായ് ഗൈസ്, എയ്സ് മാസ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്ന ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്താണ് നമുക്ക് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. മാത്രമല്ല അപ്ഡേറ്റിന് ശേഷം നമ്മളെ ഫസ്റ്റ് സ്ക്വാഡ് ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഞാൻ ഒരുപാട് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു പോകാം. ഇതിൽ ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ മാനേജറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. മാനേജർ വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തതിനകത്ത് നമ്മളെ ഇപ്പോൾ വന്ന മാനേജർ, ഇപ്പോൾ വന്ന ക്യൂ സി എൽ ബി സി അല്ലെ ക്യൂ സി കൗണ്ടർ മാനേജർ നമ്മുടെ മാർട്ടിനസ് ആണ്, പോർച്ചുഗലിലെ മാനേജർ. അപ്പോൾ അടിപൊളി മാനേജറാണെന്ന് എനിക്ക് അടിപൊളി മാനേജർ എന്ന് പറയണമെന്നുണ്ട്. എന്നാലും ഒരു നമുക്ക് മിഡ്ഫീൽഡ് വെച്ച് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ ക്യൂ കൗണ്ടർ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഡിഫൻസ് കുറച്ച് ശോകമാണ്, എന്നാലും പിടിച്ച് വലിച്ച് കളിച്ചാൽ കിട്ടും. അതല്ല കുഴപ്പമില്ല, നല്ല മാനേജറാണ്. ഞാൻ ഇനി യൂസ് ചെയ്ത മാനേജർ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇൻസാഗിയുടെ ഒരു കാർഡായിരുന്നു, ഇൻസാഗിയുടെ ഈ ഒരു കാർഡായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു മാനേജർ തന്നെയായിരുന്നു ഇൻസാഗി. എന്നാലും ഇപ്പം ഇപ്പോൾ മാർട്ടിനസ് ഇട്ടാണ് യൂസ് ചെയ്യണം. നമുക്ക് നോക്കാം ഏത് മാനേജറിനെ കൊള്ളാം. ഇപ്പം എന്തായാലും ഞാൻ മാർട്ടിനസിനാണ് നമ്മൾ മാനേജറായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് GK വന്നിട്ട് ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് ഡിയുടെ കാർഡാണ്. കാരണം ഞാൻ ഇതിന് മുന്നേ എൻ്റെ റീലിന് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ ഡൊണാറമ്മയുടെ കാർഡായിരുന്നു. പക്ഷെ ഡൊണാറമ്മയുടെ കാർഡ് ഇപ്പോൾ ഈ ഫോം ആയതുകൊണ്ട് ഞാനിപ്പം ഇടുന്നില്ല. നിങ്ങൾ കണ്ടില്ല, സിയുടെ ഫോമാണ്. പുള്ളിക്കാരനെ എടുത്തിട്ടപ്പോൾ ഒരു കളി എനിക്ക് ചുവപ്പായി പോയി. ഫോം ടോട്ടലി ബാഡായിപ്പോയി. അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു പുള്ളിയെ. അപ്പോൾ ആ ഫോം മാറുമ്പോൾ ഡൊണാറമ്മ ഇറക്കാം. നല്ല പെർഫോമൻസാണ് ഡൊണാറമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഡിയുടെയാണ് കേസ്. ഡിയുടെ ഓക്കെ. നമ്മൾ റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഇതിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. റൈറ്റ് ബാക്ക് ഞാൻ ഇവിടെ ഇടുന്നത് ഇപ്പം തുറാമിനെയാണ് ഇടുന്നത്. തുറാമിനെയാണ് റൈറ്റ് ബാക്ക് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം തുറാമിനെ പ്രൊഗ്രഷനൊക്കെ മാറ്റി റൈറ്റ് ബാക്കിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ CB ആണ് തുറാമിനെ ഇട്ടിരുന്നത്. അപ്പോൾ റൈറ്റ് ബാക്കിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട് തുറാമിനെ. ഓക്കെ. ആൻഡ് നമ്മളിവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മളെ കോസ്റ്റാ കുർത്തയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ലെഫ്റ്റ് ബാക്ക് ഇട്ടിരുന്ന റീലിൽ കാണിച്ചത് നമ്മളെ ജോർഡി അൽബ ആയിരുന്നു. ജോർഡി അൽബ ഞാൻ മാറ്റിയിട്ട് നമ്മളെ കോസ്റ്റാ കുർത്ത എടുത്തിട്ടുണ്ട്. തുറാമിനെ റൈറ്റ് സൈഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് വരുന്ന ചേഞ്ച്. ഞാൻ നമ്മൾ CB നോക്കുകയാണെങ്കിൽ CB ഞാൻ പറഞ്ഞുതരാം. CB ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഡിസ്ട്രോയർ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. ഡിസ്ട്രോയർ കാർഡ് കെനവേറയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പൊക്കം ഇല്ലെന്നുള്ളൊരു പ്രശ്നം മാത്രമേ പുള്ളിക്കാരന് വരുന്നുള്ളൂ. പക്ഷെ ഡിഫൻസീവ്ലി പുള്ളിക്കാരൻ ടോട്ടലി ഗുഡാണ്. അതുകൊണ്ട് ഞാൻ നമ്മളെ കെനവേറ യൂസ് ചെയ്യുന്നുണ്ട് CB ആയിട്ട്. ഞാൻ ഇവിടെ വരുന്നത് നമ്മളെ ബിൽഡപ്പ് വരേനെ പറയേണ്ട ആവശ്യമില്ല ഗൈസ്. വലിയ പെർഫോമൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാറ്റാനും തീരുമാനിച്ചിട്ടില്ല. സബും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ആൻഡ് DMF നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് കഴിച്ച് നമ്മളെ സ്വന്തം പിർലോനെ ഞാൻ DMF അവിടുന്ന് മാറ്റിയിട്ടില്ല. പിർലോ ആസ് ഓൾവേസ് ബെസ്റ്റാണ്. നമ്മുടെ കിഡിലെ മാച്ചാണ്. കിഡിലെ രീതിയിൽ പെർഫോമൻസ് ആണ് തരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് വിട്ട് പോവാം, സബ് വിട്ടൊന്ന് പോവാം. അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഗബ്രിയലിനെ CB ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. CBയുടെ സബ്ബായിട്ട് ഗബ്രിയലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വേറെ നോക്കുകയാണെങ്കിൽ DMF അടുത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് DMF എന്ന് പറയുന്നത് ഡി റോസിയാണ്. ഈ പുള്ളിക്കാരൻ അടിപൊളി പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. ആങ്കർമാൻ പ്ലസ് ഓർക്കസ്ട്രേറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 4-2-2 നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു പൊസിഷനിൽ എന്തായാലും ഈ രണ്ട് മസ്റ്റാണ്. അപ്പോൾ ആങ്കർമാൻ ആൻഡ് ഓർക്കസ്ട്രേറ്റർ അല്ലെങ്കിൽ ആങ്കർമാൻ ബോക്സ് ടു ബോക്സോ ഓർക്കസ്ട്രേറ്റർ ബോക്സ് ടു ബോക്സോ ഏതാണ് നമുക്ക് ഇടാം. ഞാൻ ഡിസ്ട്രോയർ കാർഡും കൂടെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രോയർ കാർഡ് ഞാൻ സബ് ചെയ്യാണ് ഇട്ടേക്കുന്നത്. മക്കലേലയുടെ ഈ ഒരു അടിപൊളി ഡിസ്ട്രോയർ കാർഡ് യൂസ് ചെയ്യുന്നത്. ഈ പുള്ളിക്കാർ ഗുഡ് ഫോം ആണെങ്കിൽ പിർലോനെ മരിഞ്ഞ ഡിസ്ട്രോയർ ആയിട്ട് ഇവനെ ഇറക്കും, മക്കലേലെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് മക്കലേലെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെ DMF. ഇത് ബാക്കി ആരെ ഞാൻ DMF ഇറക്കുന്നില്ല. കാരണം ഡെൽപേറുണ്ട്, ഗാഡിയോളുണ്ട്, ബെക്കാമറുണ്ട്, സാവിയുണ്ട്. നമുക്ക് സാവിനെ നമ്മൾ ഇറക്കും. അപ്പോൾ സാവിനെ ഇവിടെയാണ് ഇറക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സാവിനെ എന്തായാലും സബ് ഇട്ടിട്ടുണ്ട്. സാവിനെ എന്തായാലും ഇറക്കും. ഓക്കെ, സാവിനെ എന്തായാലും ഇറക്കും. അത് നമ്മൾ 2 AMF വരാം. AMF വരുമ്പോഴത്തേക്കാണ് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നത്. AMF ഞാൻ ഇടാം. ഓക്കെ, AMF ഇഷ്ടംപോലെ AMF എനിക്കുണ്ട് കേസ്. അതുകൊണ്ട് ഞാൻ ആരെ ഇടുന്ന കൺഫ്യൂഷനൊന്നും എനിക്കില്ല. ഞാൻ അതിൽ കുട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും ആരെ ഇടുമെന്ന്. ഞാൻ ഫസ്റ്റ് ഇറക്കാൻ പോണത് കക്കേനെയാണ്. ഓക്കെ, കക്ക ആ ഒരു പൊസിഷനിൽ നല്ല രീതിക്ക് പാസും കൊടുക്കും. കൂടാതെ തന്നെ നല്ല രീതിയിൽ ഇന്റർസെപ്ഷനും ഉണ്ട്, എല്ലാം ഉണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ കക്ക അടിപൊളിയാണ്. കക്കേനെ ഞാൻ എന്തായാലും അവിടെ ഇറക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ അടുത്ത AMF അതിന് മാത്രമല്ല സബ് നോക്കണം. സബ് ഹസാഡിൻ്റെ ഒരു കാർഡ് പറയണ്ടല്ലോ. ഓട്ടത്തിന് ഇവനെ വല്ല ആരുമില്ല, വമ്പ സ്പീഡാണ്. ഞാൻ പ്രോഗ്രഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പീഡിലാണ് പുള്ളിക്കാരൻ ഓടി തെറിച്ചോളാം. ആ നെറ്റ്ബീഡിൻ്റെ ഈ ഒരു കാർഡ് മസ്റ്റാണ്. നെറ്റ്ബീഡിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അത്
എടുത്തിടാത്തവന്മാരെല്ലാം മണ്ടന്മാരാണ്. കാരണം ഇവിടെ എല്ലാവരും യൂസ് ചെയ്യും guys. അറിയാമല്ലോ എന്താണ് പ്രത്യേകത, അത് എന്താണെന്ന് അറിയാം. ഞാൻ പ്രോഗ്രഷൻ ഒന്ന് മാറ്റാൻ റെഡ്മിഡിൻ്റെ, അത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്രോഗ്രഷൻ മാറ്റാം. ആൻഡ് ഗൈസ് നമുക്ക് ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ അടുത്ത റൈറ്റ് AMF ആരായിരിക്കുമെന്നായിരിക്കും നിങ്ങൾ നോക്കുന്ന. റൈറ്റ് AMF ഞാൻ പറഞ്ഞു ഗൈസ്, ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മെസ്സിയെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അവിടെ ആ ഒരു പൊസിഷനിൽ മെസ്സിക്കുള്ള ഇൻവോൾവ്മെൻറ്റ് അത് കുറച്ച് ഭയങ്കരമാണ് ഗൈസ്. അതുകൊണ്ട് അവിടെ നമുക്ക് മെസ്സി ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ മെസ്സിയെ തന്നെയാണ് ഞാൻ അവിടെ ചൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ ബെയിലുണ്ട്. ബെയിൽ നമുക്ക് സബിലോട്ട് ഇടാം. ബെയിൽ നമുക്ക് മസ്റ്റ് കാർഡാണ്. ബെയിലിൻ്റെ കാർഡൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ ഗൈസ് പറയുന്നത്, ബെയിലിൻ്റെ കാർഡൊക്കെ യൂസ് ചെയ്യണമല്ലോ, അറിയാമല്ലോ. ബെയിൽ നമ്മൾ സബ് ഇട്ടിട്ടുണ്ട്. ആൻഡ് CF കാർഡുകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇപ്പോൾ വന്ന കാർഡ് ചൂസ് ചെയ്യാൻ വേറൊന്നുമല്ല, അടിപൊളി കാർഡാണ് ഗൈസ്. നിങ്ങൾക്ക് റൊണാൾഡോ നേരത്തെ വന്ന പോർച്ചുഗൽ ഡബിൾ ബൂസ്റ്റർ റൊണാൾഡോ അതില്ലെങ്കിൽ ഈ പുള്ളിക്കാരനെ എടുക്കുന്നത് എന്തുകൊണ്ട് വെറുത്താണ്. വില്യം ഡബിൾ ടച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കളിയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പുള്ളിക്കാരനെ മെയിൻ ലൈനപ്പ് ഇടുന്നില്ല, ഞാൻ സബിലോട്ട് മാറ്റിയാണ്. കാരണം മെയിനായിട്ട് നമ്മൾ ഇട്ട് കളിക്കുന്ന പ്ലെയറിൽ ഒരാളാണ് എറ്റോ. ഓക്കെ, സാമുവൽ എറ്റോ ഉണ്ടെങ്കിൽ എറ്റോ തന്നെ ഇടണം. എറ്റോ ഉള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേറൊരു പ്ലെയറും തരില്ല. കാരണം എറ്റോയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ അടിപൊളിയാണ്, പ്രോപ്പർ ഫോൾ പോച്ചർ കാർഡാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നമ്മൾ അവിടെ അടുത്ത CF തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം ബുള്ളറ്റിൻ്റെ കാർഡാണ്. ബുള്ളറ്റിൻ്റെ ഈ ഒരു കാർഡ് ഗൈസ് കിഡിലം പോലത്തെ കാർഡാണ്. ഓക്കെ, ഈ ഒരു കാർഡ് ഉണ്ടല്ലോ മൊത്തം CF ട്രെയിൻ ചെയ്ത് ഞാൻ ഇട്ടേക്കുക. കാരണം ഏരിയൽ ബോളൊക്കെ വിൻ ചെയ്ത് തരാൻ ബുള്ളറ്റിനെ കഴിഞ്ഞേ ഉള്ളൂ വേറെ പ്ലെയർ. ബുള്ളറ്റ് എങ്ങനെയും മറ്റേ ഫിസിക്കൽ യൂസ് ചെയ്ത് ഏരിയൽ ബോൾ വിൻ ചെയ്ത് തരും. അപ്പം ബുള്ളറ്റിനെ അവിടെ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ അടുത്ത CFകളാണ് നമ്മൾ സബ്ബിൽ ഇടേണ്ടത്. CFും കാര്യങ്ങളൊക്കെ സബ്ബിൽ എടുത്തിടണം. ഇത്ര സബ്ബുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ബിൽ ആരൊക്കെയാണ് ഇടുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. റുമിയുടെ ഈ കാർഡ് സെക്കൻഡ് ഹാഫ് ഞാൻ ഇറക്കും. ആൻഡ് എംബാപ്പയുടെ ഒരു കാർഡ് ഇറക്കും. ആൻഡ് നമുക്ക് സുര ഇത്രയും CF ഞാനിപ്പം 4 CF ഇട്ടിട്ടുണ്ട്. 4 CF ഞാൻ ഇറക്കും കഴിച്ചു. കാരണം എനിക്കിവിടെ സബ്ബ് മാറ്റി ഇടണം. അത് മാത്രമല്ല ഭയങ്കര ഫോം ഔട്ടായിട്ട് വരും കുറേ ടൈമിൽ. ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ എല്ലാവർക്കും ഫോം ആവണമെന്നില്ല ഒരു മാച്ചിലൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി ഇടും. ഞാൻ പല കോംബോ ട്രൈ ചെയ്യും. അതാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ആൻഡ് നമുക്ക് ലാസ്റ്റ് വരുന്ന 2 സബ്ബിൽ നമ്മൾ ആരിടാൻ നോക്കാം. ഓക്കെ, ലാസ്റ്റ് ബെക്കാമിനെയാണ് കേസ് ഞാൻ ഇവിടെ അടുത്തിറക്കും. ബെക്കാം ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം ബെക്കാമിനെ ഞാൻ ഇവിടെ ഇറക്കും. ഓക്കെ, ബെക്കാം ടോപ്പാണ് കേസ്, അറിയാമല്ലോ. അപ്പം ബെക്കാമിനെ ഞാൻ ക്രോസ് ഇട്ട് കളിക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മളെ സ്ക്വാഡ് ബിൽഡിംഗ്. ആൻഡ് നമുക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് പോകാം, ഫൈനൽ യൂസ് ആക്കാം. ഓക്കെ, 3285 ഇതാണ് നമ്മുടെ ടീംസിൻ്റെ ഞാൻ അധികം വാല്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ സ്ക്വാഡ് തൽക്കാലം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു സ്ക്വാഡ് ബിൽഡിങ്. അപ്പം എൻ്റെ സ്ക്വാഡ് ഇതാണ്. അപ്പോൾ ഈ സ്ക്വാഡിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണുന്നവരെ ബൈ ഗൈസ്.